ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ മുതൽ നമ്മുടെ ഫോക്കസ് ഏരിയ 11th ക്ലാസ്സിന്റെ +1 ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. വളരെ നല്ല റെസ്പോൺസ് ആണ് എനിക്ക് എല്ലാവരിൽ നിന്നും കിട്ടിയത്. നിങ്ങൾ കമന്റ് ബോക്സിലൂടെ അല്ലാതെ നമ്മുടെ പുതുതായിട്ട് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ നിങ്ങൾ നല്ല നല്ല റെസ്പോൺസ് ആണ് എനിക്ക് തന്നത്. നമ്മൾ ഇന്നലെ ഏതായിരുന്നു പഠിച്ചത്? നമ്മൾ ഇന്നലെ ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിച്ചു. അതിനുശേഷം എന്ത് സംഭവിച്ചു? അതിനുശേഷം കുറെ ഡൗട്ട്സ് എന്നോട് ചോദിച്ചു. മാത്രമല്ല നമ്മൾ രാത്രിയിൽ ഒരു എക്സാമും കൂടെ നടത്തി അല്ലെ. അതിൽ കുറെ പേര് അറ്റൻഡ് ചെയ്തു. എല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. കൺഗ്രാറ്റ്സ്. നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കെമിസ്ട്രിയിലെ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്ന ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് +1 +2 9th 10th എല്ലാം ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക. അവരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കുക. അവരോട് വീഡിയോ കാണാൻ പറയുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. മക്കളെ മനസ്സിലാക്കണം, ഈ ചാപ്റ്ററിന്റെ പേര് ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നാണ്. പക്ഷേ എക്സാമിന് ഇത് വെറും ബേസിക് അല്ല, ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആണ്. സാധാരണ നിങ്ങൾ +2 എക്സാംസ് ഒക്കെ എടുത്തു നോക്കൂ. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാത്തിന്റെയും പ്രത്യേകത എന്നായിരുന്നു അറിയോ? ആദ്യത്തെ 6 ചാപ്റ്റർ പഠിച്ചാൽ തന്നെ 50 മാർക്ക് ആവും. 60 50 മാർക്ക് ഉറപ്പാണ്. ഓരോ ക്വസ്റ്റ്യനിൽ നിന്നും 12 മാർക്ക് മിനിമം ചോദിച്ചിരിക്കും. അങ്ങനത്തെ ചാപ്റ്റേഴ്സ് ആയിരുന്നു ആദ്യത്തെ 6 ചാപ്റ്റർ. സോ വി ക്യാൻ എക്സ്പെക്ട് ദ സെയിം ഫോർ +1 അല്ലെ. +1 അതേപോലെ തന്നെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആദ്യത്തെ 6 ചാപ്റ്റർ വൃത്തിയായിട്ട് പഠിച്ചോ ഉറപ്പായിട്ടും 50 മാർക്ക് കിട്ടിയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ഈ +1 പഠിക്കാൻ നേരത്ത് ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നാണ് കൂടുതലും ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയിൽ നിന്ന് വെളിയിൽ നിന്ന് വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയയുടെ വെളിയിൽ നിന്ന് വരും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാപ്റ്റർ പഠിക്കാൻ നേരത്ത് ഫോക്കസ് ഏരിയ കൂടാതെ എന്ത് ചെയ്യുക, പറ്റുവാണെങ്കിൽ എന്ത് ചെയ്യുക, ബാക്കി ഈ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കുകയാണ് നല്ലത്. പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം നമുക്ക് 120 മാർക്കാണ്. നമുക്ക് വേണ്ട എത്രയാണ്? 60 മാർക്ക് മതി ഫുൾ മാർക്ക് മേടിക്കും. നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. നമുക്ക് ഫുൾ മാർക്ക് ഉള്ള സാധനം എല്ലാം ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് പഠിച്ച ഉറപ്പായിട്ട് മക്കളെ എന്ത് ചെയ്യാം, നമുക്ക് ഫുൾ മാർക്ക് തന്നെ കിട്ടും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? കുറച്ച് കാര്യങ്ങളുള്ളൂ പഠിക്കാനായിട്ടുള്ളൂ. നമുക്ക് ഒരു വീഡിയോയിൽ തന്നെ എന്ത് ചെയ്യാം, ഈ ചാപ്റ്റർ ഫുൾ കവർ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട് സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. ഇതിൽ ആദ്യമായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ളത് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ്. ഫോക്കസ് ഏരിയ ഒഴിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഫോക്കസ് ഏരിയ ഇല്ലാതിരുന്നെങ്കിൽ ഇതിനകത്ത് നമുക്ക് 5 ലോസ് ആണ് പഠിക്കാനുള്ളത്. പക്ഷേ ഇവിടെ ഫോക്കസ് ഏരിയ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 5 എണ്ണം ഉണ്ടോ? ഇല്ല. നമുക്ക് പഠിക്കാനുള്ളത് ആകെപ്പാടെ 2 ലോ ആണ് പഠിക്കാനുള്ളത്. നോക്കിയേ, ഒന്നാമത്തെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. എന്താണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ മറ്റേ പഠിക്കാനുള്ള ഏതാ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. അപ്പം ഇത് രണ്ടിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉറപ്പാ മക്കളെ. ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാ. അതിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഇതല്ല, തൊട്ടടുത്തുള്ള ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ് കൂടുതലും ചാൻസ് ചോദിക്കാൻ. പക്ഷെ ഞാൻ പറഞ്ഞു, ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ എത്ര മാർക്കാ ചാൻസ്? 10 to 12 മാർക്ക് ഇതിനകത്ത് നിന്ന് ചോദിക്കാം. ഓക്കെ, സോ ഈ ഡെഫിനിഷൻ കറക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. ഞാൻ അതിന് മുമ്പ് ഒന്ന് ഡിഫൈൻ ചെയ്തുതരാം. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്. ഈ പ്രൊപ്പോർഷൻ എന്ന് മാറ്റി നമുക്ക് കോമ്പോസിഷൻ എന്ന് വിളിക്കാം. അപ്പൊ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്നും പറയാം, അതേപോലെ എന്താ, ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്നും പറയാം. ഇനി ഇത് കണ്ടുപിടിച്ച ആള് ജോസഫ് പ്രൂസ്റ്റ്. നമ്മൾ ഓർക്കും ഈ ക്വസ്റ്റ്യൻ ചോദിക്കുവോ, അതായത് കണ്ടുപിടിച്ച ആളുടെ പേര് ചോദിക്കുവോ ഇല്ലയോ എന്നൊരു ക്വസ്റ്റ്യൻ വരാം. പക്ഷേ 2015 ഏത് വർഷമാണ്? 2015 എന്ത് ചെയ്തു, +1 എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഈ ലോ തന്നു, അതായത് എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലിമെന്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. ഇത് തന്നു. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഐഡന്റിഫൈ ദ ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ അതായിരുന്നു, ഐഡന്റിഫൈ ദ ലോ. ഏത് ലോ ആണ്? അപ്പൊ ഏതാ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ഹു ഡിസ്കവേർഡ് ദിസ് ലോ? രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ, ആരാണ് ഇത് കണ്ടുപിടിച്ചത്? അപ്പൊ ഏതാ ആൻസർ? ജോസഫ് പ്രൂസ്റ്റ് അല്ലെ. അപ്പൊ അത് മിക്കവരും അങ്ങനെ ഓർത്തിരിക്കത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, ആകെ 2 ലോ ഉള്ളൂ. 2 ലോയും കണ്ടുപിടിച്ചത് ആരാന്ന് ഓർത്തു വെച്ചേക്കണം. ഒന്നാമത്തെ ലോ ആണ് ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അത് പറയുന്നത് എന്താന്ന് നോക്കിയേ, എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ ദ സെയിം എലിമെന്റ്സ് കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. നിങ്ങൾക്ക് ഓർത്തോ 2 ലോയേ ഉള്ളൂ പഠിക്കാനുള്ളത്. ഇപ്പം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഇത് രണ്ടിൽ ഏത് ലോയാന്ന് കണ്ടുപിടിക്കാൻ ഓർത്തു വെക്കാനുള്ള ട്രിക്കാണിത്. ട്രിക്ക് ഓർത്തു വെച്ച മക്കളെ, ട്രിക്കാ.
ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷനിൽ ഒരൊറ്റ കോമ്പൗണ്ടേ കാണുകയുള്ളൂ. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ക്വസ്റ്റ്യൻ വരുവാണെങ്കിൽ അതിൽ ഒരൊറ്റ കോമ്പൗണ്ടേ ഉള്ളൂ കാണത്തുള്ളൂ. ഒരൊറ്റ കോമ്പൗണ്ടിനെ പറ്റി മാത്രമേ ഉള്ളൂ പറയത്തുള്ളൂ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, മൾട്ടിപ്പിൾ എന്ന് വരുന്നുണ്ട്. അപ്പൊ എത്രയാ? ഒന്നാണോ? അല്ല, ഒന്നോ രണ്ടോ മൂന്നോ വരാം. ഒന്നല്ല, രണ്ടോ മൂന്നോ കോമ്പൗണ്ട്സിനെ പറ്റി പറയും. അപ്പൊ ഒരു കോമ്പൗണ്ട് കണ്ടാൽ ഓർത്തോണം ഏതാ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. കേട്ടോ, അത് ഇനി അങ്ങനെയെങ്കിലും പഠിച്ചു വെച്ചോണം. ഒരു കോമ്പൗണ്ട് ഉള്ളെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അതെങ്ങനെയാ പറയുന്നത്? എ ഗിവൺ കോമ്പൗണ്ട്, ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്സ്. ആ ഒരു കോമ്പൗണ്ടിൽ എന്തായിരിക്കും? എപ്പോഴും ഒരേ എലമെന്റ് ആയിരിക്കും. നമ്മളിപ്പോ H2O എന്നൊരു കോമ്പൗണ്ട് എടുക്കുവാണെങ്കിൽ, വാട്ടർ എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എപ്പോഴും എന്തേ ഉള്ളൂ? ഹൈഡ്രജനും ഓക്സിജനും മാത്രമേ ഉള്ളൂ. ഹൈഡ്രജനും ഓക്സിജനും. കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിൽ എന്താ? CO2, കാർബണും ഓക്സിജനും മാത്രമേ ഉള്ളൂ. അതാണ് പറയുന്നത്. അതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ അതിനകത്ത്. അപ്പൊ എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻ സെയിം എലമെന്റ്. എപ്പോഴും അതിനകത്ത് എന്താണ്? സെയിം എലമെന്റ്സ് ആണ്. കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. ഇവിടുത്തെ പ്രത്യേകത എന്നതാ? അത് എപ്പോഴും എന്ത് ചെയ്താ? ഒരേ റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. എപ്പോഴും എന്തായിരിക്കും? ഒരേ റേഷ്യോയിലായിരിക്കും കമ്പൈൻ ചെയ്യുന്നത്. അത് പറഞ്ഞുതരാം. അതിന്റെ മാസിന്റെ ബേസിലാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ ഡെഫിനിഷൻ പഠിച്ചു വെച്ചേക്കണം. ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ H2O എന്നൊരു കോമ്പൗണ്ട് എടുത്തു. H2O നമുക്കറിയാം, എല്ലാവർക്കും അറിയാം, വെള്ളമാണ് H2O. ഇതിനകത്തുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ്? ഇതിനകത്തുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനുമാണ് ഇതിനകത്തുള്ള എലമെന്റ്സ്. ഹൈഡ്രജന്റെ റേഷ്യോ മാസ് എത്രയാ? ഒരു ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒന്നാണ്. ഇപ്പൊ രണ്ട് ഹൈഡ്രജൻ ഉള്ളതുകൊണ്ട് 2. നമ്മുടെ ഓക്സിജന്റെ എത്രയാണ്? നമുക്കറിയാം, ഒരു ഓക്സിജൻ ആയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ മാസ് എത്രയാണ്? 16 അല്ലെ? ഇപ്പൊ നോക്കി, ടോട്ടൽ 18. ഇപ്പൊ നമുക്കറിയാം ഇതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2:16 വരും. ഹൈഡ്രജൻ ഈസ് ടു ഓക്സിജൻ. ഇതിനെ വീണ്ടും ചെറുതാക്കുമ്പോൾ എത്ര വരും? 1:8 അല്ലെ? 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? 1:8. നിങ്ങൾ ഇത് കൊണ്ട് അമേരിക്കയെ കൊണ്ട് ചെക്ക് ചെയ്താലും, അല്ലെങ്കിൽ എന്താ കോട്ടയത്ത് ചെക്ക് ചെയ്താലും, അല്ലെങ്കിൽ എവിടെ കൊണ്ടേ ചെക്ക് ചെയ്താലും എന്തായിരിക്കും? ഇതേ റേഷ്യോ തന്നെ ആയിരിക്കും. വെള്ളം എടുത്ത് ചെക്ക് ചെയ്താലും അതിനകത്ത് ഹൈഡ്രജൻ എത്രയാ? 1% ആണെങ്കിൽ ഓക്സിജൻ എത്രയായിരിക്കും? 8 റേഷ്യോ ആയിരിക്കും. ഇപ്പൊ 1:8 റേഷ്യോ എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും വാട്ടറിന്റെ അകത്തുള്ള എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് പറയുന്നത്. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ്. ഒരു കോമ്പൗണ്ടിൽ എപ്പോഴും എന്താണ്? ഒരേ എലമെന്റ്സ് ആണ്. കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. എന്ത് ചെയ്യുക? അത് കമ്പൈൻ ചെയ്യുന്നത് എന്താ? ഒരു ഫിക്സ്ഡ് റേഷ്യോയിലാണ്. ഫിക്സ്ഡ് റേഷ്യോ ഓഫ് മാസ്. മാസിന്റെ ഒരു ഫിക്സ്ഡ് റേഷ്യോയിലാണ്. നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിലും എഴുതാം. മലയാളത്തിൽ എഴുതിയാലും എന്ത് കിട്ടും? മാർക്ക് കിട്ടും. അപ്പൊ പഠിച്ചു വെച്ചോണം. എന്നാലും നിങ്ങൾ ഇംഗ്ലീഷിൽ എഴുതുവാണെങ്കിൽ നല്ലത്. എ ഗിവൺ കോമ്പൗണ്ട് ഓൾവേസ് കണ്ടെയ്ൻസ് ദ സെയിം എലമെന്റ് കമ്പൈൻഡ് ഇൻ എ ഫിക്സ്ഡ് റേഷ്യോ ബൈ മാസ്. അപ്പൊ ഇതിന്റെ അകത്ത് നിന്ന് എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരാം? ഞാൻ 2015 ക്വസ്റ്റ്യൻ പറഞ്ഞു. ഈ സ്റ്റേറ്റ്മെന്റ് തന്നു, എന്നിട്ട് ഇത് ഏത് ലോ ആണെന്ന് ചോദിച്ചു. പിന്നെ എന്നാ ചോദിച്ചത്? ഇതിന്റെ ഹൂ ഡിസ്കവേർഡ് എന്ന് ചോദിച്ചു. അതിന് വേറൊരു രീതിയിലും ക്വസ്റ്റ്യൻ വരാം. അത് ഏത് രീതിയിലാണ്? ഞാൻ അതും ചെറുതായിട്ടൊന്ന് പറഞ്ഞായിരുന്നു. അതായത് ഇപ്പൊ ഒരു സിറ്റുവേഷൻ തരാം. സിറ്റുവേഷൻ എന്ന് പറയും, ഒരാള് നമ്മുടെ വാട്ടറിനെ എന്ത് ചെയ്തു? കോട്ടയത്ത് വെച്ച് മെഷർ ചെയ്തു. കോട്ടയത്ത് വെച്ച് മെഷർ ചെയ്തപ്പോൾ ആൾക്ക് 1:8 റേഷ്യോ ആണ് അതിൻ്റെ അകത്തുള്ള ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എലമെന്റ്സിന്റെ റേഷ്യോ കിട്ടിയത്. അതേപോലെ ആ ആള് അങ്ങ് ദുബായിൽ പോയി മെഷർ ചെയ്തു. ദുബായിൽ പോയി മെഷർ ചെയ്തപ്പോൾ എത്രയാണ്? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും റേഷ്യോ എത്രയാണ്? 1:8 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്തല്ലോ ഏതാലോ അല്ലെ? അപ്പൊ ഒറ്റ കോമ്പൗണ്ടിനെ പറ്റി ഉള്ളു പറയുന്നുള്ളൂ. വെള്ളം എന്ന് പറയുന്ന കോമ്പൗണ്ടിനെ പറ്റി മാത്രമേ ഉള്ളു പറയുന്നുള്ളൂ. ഈ ഹൈഡ്രജനും ഓക്സിജനും അതിൻ്റെ അകത്തുള്ള എലമെന്റ്സ് നമ്മൾ പറയുന്നത് ഏതാ? വെള്ളം എന്നൊരു കോമ്പൗണ്ടിനെ പറ്റി മാത്രമാണ്. അതുകൊണ്ട് ഏതാ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മനസ്സിലായല്ലോ? ഇനി ഈ 2 രീതി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ചോദിക്കാവോ? ഒരു രീതിയും കൂടെ ഉണ്ട് മക്കളെ. അതും കൂടെ പഠിച്ചു വെച്ചോ. അതല്ലാതെ വേറെ ഒരു രീതിയിലും എന്ത് ചെയ്യത്തില്ല? ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ ചോദിക്കത്തില്ല. അതും കൂടെ നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഈ മൂന്നാമത്തെ രീതി? നോക്കിയേ, അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് നമ്മുടെ എവിടെയാ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഫോക്കസ് ഏരിയയിലും പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. നോക്കിയേ, carbon dioxide CO2 can be formed in the atmosphere by various methods like respiration, burning of fuels, reaction of metal carbonates with acid. എന്താണ് പറയുന്നത്? നമ്മുടെ CO2 എന്ന് പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയറിലെല്ലാം കാണുന്നത്. ഇത് എങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റും അല്ലെ? എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യുന്നത്? 1 റെസ്പിറേഷൻ, 2 ബേണിംഗ് ഓഫ് ഫ്യൂവൽസ്, 3 റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് വിത്ത് ആസിഡ്. ഇത് കാണാൻ പഠിക്കരുത് കേട്ടോ. ഇതെന്ന് പറയുന്നത് ക്വസ്റ്റിനി തന്നിരിക്കും. ഇത് ക്വസ്റ്റിനി തരും. മനസ്സിലായാലോ? അതായത് കാർബൺ ഡൈ ഓക്സൈഡിനെ പല രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. റെസ്പിറേഷൻ വഴി ഉണ്ടാക്കാൻ പറ്റും, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് വരാൻ പറ്റും, റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് വിത്ത് ആസിഡ്. അപ്പൊ ചോദിക്കും ഇത് ഏത് ലോ ആണെന്ന് ചോദിക്കും. ഇവിടുത്തെ എല്ലാം പ്രത്യേകത എന്നതാ? ഇവിടെ നമുക്കറിയാം ഈ ഏത് 3 മെത്തേഡ് യൂസ് ചെയ്താലും, റെസ്പിറേഷൻ വഴി ഉണ്ടാക്കിയാലും, ബേണിംഗ് ഓഫ് ഫ്യൂവൽസ് വഴി ഉണ്ടാക്കിയാലും, റിയാക്ഷൻ ഓഫ് മെറ്റൽ കാർബണേറ്റ്സ് വിത്ത് ആസിഡ് ഉണ്ടാക്കിയാലും, അവിടെ എല്ലാം കാർബണിന്റെയും ഓക്സിജന്റെയും റേഷ്യോ 3:8 ആണ്. നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് CO2 കാർബൺ എത്രയാണ്? കാർബൺ എന്ന് പറയുന്നത് 12 ആണ്. ഓക്സിജൻ എത്രയാണ്?
രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് 32. ഒരെണ്ണം ആണെങ്കിൽ 16 ആയിരുന്നു, രണ്ടെണ്ണം ഉണ്ടായപ്പോൾ എത്രയായി? 32. ഇതിനെ നമുക്ക് ചെറുതാക്കാലോ. ചെറുതാക്കുമ്പോൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 3 ആവും. 32 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാവും? 8. അപ്പൊ നോക്കിയേ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഓൾ ദീസ് പ്രോസസ് അല്ലെ, എല്ലാ പ്രോസസ്സിലും, ഈ പ്രോസസ്സിലെല്ലാം എന്താ പ്രത്യേകത? ഓൾ ദീസ് പ്രോസസ് ദ റേഷ്യോ ഓഫ് കാർബൺ ടു ഓക്സിജൻ, കാർബണിന്റെയും ഓക്സിജന്റെയും റേഷ്യോ എത്രയാണ്? 3:8 ആണ്. അപ്പൊ ഏതാ ലോ? ഇത് ഏത് ലോ ആണെന്ന് ചോദിച്ചാൽ ഏതാണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. മനസ്സിലായല്ലോ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയും. മനസ്സിലായല്ലോ? ലോ ഓഫ് ഡെഫിനിറ്റ് കോമ്പോസിഷൻ എന്ന് പറയാം, ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. ആരാ കണ്ടുപിടിച്ചത്? ജോസഫ് പ്രൂസ്റ്റ്. മനസ്സിലായല്ലോ? ഇത്ര ഉള്ളൂ ഈ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ലോ നോക്കാം. അടുത്ത ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. വളരെ വളരെ ഇമ്പോർട്ടന്റ്, ഇതിലും ഇമ്പോർട്ടന്റ്. അടുത്ത നോക്കിയോ, വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലോ ആണ് അടുത്ത് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. ഞാൻ നിങ്ങൾക്ക് ഉറപ്പാ എഴുതിത്തരാം, ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കും, ഈ ലോ വന്നിരിക്കും, ഉറപ്പാ 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 ഇത് വന്നിരിക്കും. നോക്കിയോ, എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? അതിനു മുമ്പ് ഇത് കണ്ടുപിടിച്ച വ്യക്തി ആരാണ്? ജോൺ ഡാൾട്ടൺ അല്ലെ, നമുക്കെല്ലാം വേണ്ടപ്പെട്ട ആളാ അല്ലെ, ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന ആള്. നോക്കിയേ, എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്? ഈ ഡെഫിനിഷൻ അതേപോലെ തന്നെ പഠിച്ചോ, എഴുതി വേണേ പഠിച്ചോ. If two elements can combine to form more than one compound, the different mass of one of the elements that combines with the fixed mass of other elements are in simple whole number ratio. എന്താണ് പറയുന്നത്? ഒന്നും മനസ്സിലായില്ല അല്ലെ? ശ്രദ്ധിച്ചു. If two elements can combine to form more than one compound, രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുകയാണെങ്കിൽ, if two elements can combine to form more than one compound, രണ്ട് എലമെന്റ്സ് കമ്പൈൻ ചെയ്തിട്ട് ഒന്നിലധികം, one compound, more than one എന്ന് പറയുന്ന ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകുകയാണെങ്കിൽ, the different masses of one of the elements that combines with a fixed mass of other elements are in simple whole number ratio. ആ രണ്ട് എലമെന്റ്സിന്റെയും പ്രത്യേകത എന്താണ്? അതിൽ ഒരെണ്ണം ഫിക്സ്ഡ് ആയിരിക്കും, പക്ഷെ ആ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ചേഞ്ച് ചെയ്യുന്നതായിരിക്കും, ഡിഫറെന്റ് മാസ് ആയിരിക്കും. എന്താന്ന് ഞാൻ എക്സാമ്പിൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി തരാം. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ മനസ്സിലാക്കുക, 2 എലമെന്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഒരെണ്ണം ഫിക്സ്ഡ് ആയിരിക്കും അല്ലെ, മറ്റേത് എന്തായിരിക്കും? ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഒന്നിലധികം കോമ്പൗണ്ട് ഉണ്ടാകാം. ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. H2ഉം ഓക്സിജനും, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്യുമ്പോൾ വെള്ളം മാത്രമല്ല കിട്ടുന്നത്, ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ H2O കിട്ടും. അതുപോലെ തന്നെ എന്ത് കിട്ടും? H2O2, ഹൈഡ്രജൻ പെറോക്സൈഡും കിട്ടും. നൈട്രജൻ കമ്പൈൻ ചെയ്താൽ, നൈട്രജനും ഓക്സിജനോടെ കമ്പൈൻ ചെയ്താൽ NO മാത്രമല്ല ഉണ്ടാവുന്നത്, NO2ഉം ഉണ്ടാവാം. കണ്ടോ, ഇവിടെ എല്ലാം പ്രത്യേകത. H2O, H2O2, H2 ഫിക്സ്ഡ് ആ, ഒരിടത്ത് ഓയും ഒരിടത്ത് എന്താ O2 ആ. അപ്പം വൺ എലമെന്റ് ഫിക്സ്ഡും അതർ എലമെന്റ് എന്താ ഡിഫറെന്റ് മാസും. അപ്പം ആ ഡിഫറെന്റ് മാസസ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ റേഷ്യോസ് നോക്കുവാണെങ്കിൽ ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അതിന്റെ റേഷ്യോ നോക്കുവാണെങ്കിൽ എന്തായിരിക്കും? ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലായിരിക്കും. ഓക്കെ, ഓർക്കണം, if two elements can combine to form more than one compound, the different mass of one of the elements that combines with a fixed mass of other elements are in simple whole number ratio. ഒരു എക്സാമ്പിൾ അത് ഞാൻ കാണിച്ചു തരാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കി, H2 ആൻഡ് ഓക്സിജൻ അല്ലെ, H2ഉം ഓക്സിജനോടെ കമ്പൈൻ ചെയ്താൽ എന്തൊക്കെ കിട്ടും? ഒന്നെന്ന് പറഞ്ഞാൽ H2O കിട്ടും. വേറെ രീതിയിലും ഉണ്ടാവാമല്ലോ. H2ഉം ഓക്സിജൻ O2ഉം കൂടെയാണ് കമ്പൈൻ ചെയ്യുന്നതെങ്കിലോ H2O2. ഇവിടെയും ആകെ രണ്ട് എലമെന്റ്സേ ഉള്ളൂ. ഇവിടെ എടുത്തിരിക്കുന്ന എലമെന്റ്സ് ഏതാ? മാറുന്നുണ്ടോ? ഇല്ല. ഒരിടത്ത് ഹൈഡ്രജനും മറ്റിടത്ത് എന്താ? ഓക്സിജനും. പക്ഷെ അതിന്റെ അകത്ത് ഹൈഡ്രജൻ ഫിക്സ്ഡ് അല്ലേ, H2 ഫിക്സ്ഡാ. ഇവിടെ മാറുന്ന ഏതാ? ഓയും O2 ഉണ്ടോ? അതാണ് പറയുന്നത് ഡിഫറെന്റ് മാസസ് ഓഫ് വൺ ഓഫ് ദ എലമെന്റ്. ഇവിടെ ഡിഫറെന്റ് മാസ് വരുന്ന ഏതാ? ഓയും O2. that combines with the fixed mass of other element. ഇവിടെ ഫിക്സ്ഡ് മാസ് ഏതാ? H2. രണ്ടിടത്തും എന്താണ്? H2 ആണ്. അത് മാറുന്നുണ്ടോ? ഇല്ല. ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. അപ്പൊ ഇവിടുത്തെ ഓർത്തിരിക്കാനുള്ള വേറെ ട്രിക്ക് അതാണ് ഓർക്കേണ്ടത്. ട്രിക്ക് എങ്ങനെയാ? ഇവിടെ ഒരു കോമ്പൗണ്ട് ആണോ ഉള്ളത്? അല്ല, രണ്ട് കോമ്പൗണ്ട് ഉണ്ട്. H2O ഉണ്ട്, H2O2 ഉണ്ട്. ലോ ഓഫ് ഡെഫിനിറ്റിലായിരുന്നെങ്കിൽ എന്തായിരുന്നു? ഒരൊറ്റ കോമ്പൗണ്ടേ ഉള്ളൂ അല്ലെ. ഏതാ? H2O എന്ന് പറയുന്ന കോമ്പൗണ്ട് മാത്രം. പക്ഷെ ഇവിടെ എന്താണ്? H2O ഉണ്ട്, H2O2 ഉണ്ട്. നോക്കൂ, H2 ആൻഡ് H2O2. നോക്കി, അത് കമ്പൈൻ ചെയ്യുന്ന റേഷ്യോ. അപ്പൊ ഓക്സിജനും O2 അല്ലെ, ഓയും O2. ഇവിടെ H2 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. ഫിക്സ്ഡ് എലമെന്റ് ഏതാ? ഫിക്സ്ഡ് എന്ന് പറയുന്നത് H2. പിന്നെ ഏതാ? ഡിഫറെന്റ് മാസ് വരുന്ന ഏതാ? ഓക്സിജൻ. ഒരിടത്ത് ഓയും മറ്റിടത്ത് എന്താ? O2. ഇതിന്റെ റേഷ്യോസ് ഇപ്പൊ ഓക്സിജന്റെ മാസ് അറിയാലോ നമുക്ക്, എത്രയാ? 16. ആ സമയത്ത് ഓക്സിജൻ O2ന്റെ ആണെങ്കിലോ 32 ആണ്. 16:32. ഇതിനെ ചെറുതാക്കുമ്പോൾ എത്ര വരും?
1:2 ഉണ്ട് അല്ലെ. 16 ഡബിൾ ആണ് 32. അപ്പൊ 1:2 നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായാലോ? അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത്. ഈ ടു എലമെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതാ? ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് മോർ ദാൻ വൺ കോമ്പൗണ്ട് അല്ലെ. ടു ഫോം മോർ ദാൻ വൺ കോമ്പൗണ്ട്. ഏതൊക്കെ കോമ്പൗണ്ടാ? H2O-യും H2O2-യും. ദ ഡിഫറെന്റ് മാസ് ഓഫ് വൺ ഓഫ് ദ എലമെന്റ്. ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്ന മാസ് ഏതാ? ഓക്സിജൻ. ദാറ്റ് കമ്പൈൻസ് വിത്ത് ഫിക്സ്ഡ് മാസ് ഓഫ് അതർ എലമെന്റ്. അതർ എലമെന്റ് ഏതാ? ഫിക്സ്ഡ് മാസ് ആയിട്ടുള്ളത് H2 ആർ ഇൻ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. കണ്ടോ? അതിന്റെ റേഷ്യോ എത്രയാണ്? 1:2. മനസ്സിലായാലോ? അപ്പൊ ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലായിക്കോണം രണ്ട് കോമ്പൗണ്ട് ഉണ്ടോ. അതേതാ ആൻസർ? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മക്കളെ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. 2012 ചോദിച്ചു, 2017 ചോദിച്ചു, 2013 ചോദിച്ചു. അവിടെ എല്ലാം ചോദിച്ചതിന്റെ പ്രത്യേകത ഹൈഡ്രജൻ H2O-യും H2O2 ആണ്. മറക്കരുത്, H2O-യും H2O2. H2O എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ആണ്. H2O2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ്. നമുക്ക് പഠിക്കാനുള്ള സാധനമാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കെമിസ്ട്രിയിലെ ഒരു കോമ്പൗണ്ട് ആണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അപ്പം വെള്ളവും H2O2 ഒക്കെ കണ്ടാൽ ഓർത്തോണം ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ആണ്. ഇനി ഇതിനകത്ത് ഇത് മാത്രമല്ലോ ചോദിക്കാൻ പറ്റുന്നുള്ളൂ? അല്ല, ഇതിനകത്ത് നിന്ന് വേറെ രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ വേറെ കോമ്പൗണ്ട് ചോദിക്കാം. കേട്ടോ? അത് ഞാനിപ്പോ നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെ രീതിയിലാണ് ഇത് ചോദിക്കുന്നത്. നോക്കൂ, വേറെ രീതി ചോദിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒന്ന് പറഞ്ഞ ഏതാ? H2O ആൻഡ് H2O2. ഇനി ഇതേപോലെ വേറെ ചോദിക്കാവുന്ന എലമെന്റ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ NO ചോദിക്കാം, നൈട്രജൻ ഓക്സൈഡ്. പിന്നെ ഏതാ? NO2 നൈട്രജൻ ഡയോക്സൈഡ് ചോദിക്കാം. പിന്നെ വേറെ ചോദിക്കാന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും CO-യും. CO എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ മോണോക്സൈഡ്. ഇപ്പൊ CO2-ന്റെയും CO-യുടെയും പ്രത്യേകത നോക്കി. CO2 CO ഇവിടെ ഏതാ? ഫിക്സ്ഡ് കാർബൺ. രണ്ടിടത്തും C തന്നെയാണ്. ഇവിടെ ഓക്സിജൻ അല്ലേ? ഇവിടെ 32, ഇവിടെ എന്താ? 16. അപ്പൊ എത്ര കിട്ടും? 2:1. ഒരു സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോയിലാണ് കിട്ടും. അതാണ് നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പറയുന്നത്. ഇനി വേണമെങ്കിൽ ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയും തരും. ഇപ്പൊ രണ്ട് കോളം വരയ്ക്കും. 2014 ചോദിച്ചു ഇങ്ങനെയാണ്. രണ്ട് കോളം വരയ്ക്കും. രണ്ട് കോളം വരച്ചിട്ട് ഇവിടെ എന്തായിരിക്കും? ഇവിടെ നമ്മൾ ഓക്സിജനോ അല്ലെങ്കിൽ നൈട്രജനോ ഒക്കെ തരും. നൈട്രജൻ തരും. ഇവിടെ 16, ഇവിടെ 14, ഇവിടെ 14, വീണ്ടും ഇവിടെ എത്രയാ? 32. ഇങ്ങനെയൊക്കെ തരും. ഇങ്ങനെ കണ്ടാലും ഓർത്തോണം. കണ്ടോ? ഒരെണ്ണം ഫിക്സ്ഡാ, മറ്റേത് ചേഞ്ച് ചെയ്യുന്നു. അപ്പൊ ഏതാ ഐറ്റം? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ. മനസ്സിലായല്ലോ? ഇതല്ലാതെ വേറെ ഒരു രീതിയിലും ഈ ക്വസ്റ്റ്യൻ വരത്തില്ല. അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷന്റെ ഡെഫിനിഷൻ എന്ത് ചെയ്യുക? അതേപോലെ തന്നെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ അടുത്ത ടോപ്പിക് ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻസ് കഴിഞ്ഞു. 5 എണ്ണം വരെ നമുക്ക് ശരിക്കും ഉള്ളത്, പക്ഷെ 2 എണ്ണേ ഉള്ളൂ പഠിക്കാൻ. അടുത്തതിനകത്തോട്ട് പോവാം. അടുത്ത പഠിക്കാൻ വേണ്ടി പോകുന്നത് അറ്റോമിക് മാസസിനെ പറ്റിയാണ്. എനിക്ക് തോന്നുന്നില്ല ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്ന് തോന്നുന്നില്ല. സോ ആരും ഈ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയില്ല, കാരണം ഇത് കുഞ്ഞു പിള്ളേരോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് അറ്റോമിക് മാസ് എന്നാണ്. എന്തായാലും നമുക്ക് ഫോക്കസ് ഏരിയ പറഞ്ഞുകൊണ്ടൊന്ന് ഡിസ്കസ് ചെയ്തേക്കാം. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ഓഫ് ആൻ എലമെന്റ് ഈസ് എ നമ്പർ ദാറ്റ് എക്സ്പ്രസസ് ഹൗ മെനി ടൈംസ് ദ മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് ദ എലമെന്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/12 മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്? ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് ആ എലമെന്റ് കാർബൺ 12 ആറ്റത്തിനെ അതിന്റെ മാസ് ഉണ്ടല്ലോ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിന്റെ എത്ര ടൈംസ് ആണ് അതിനെയാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്. അപ്പം ഒരു കാർബൺ 12 ആറ്റം ഉണ്ട്, അതായത് കാർബൺ 12 അതിന്റെ ഒരു ഐസോടോപ്പ് ആണ്. ആ കാർബൺ 12 ആറ്റത്തിനെ ഡിവൈഡ് ചെയ്യുന്നു 12 കൊണ്ട്. അതിന്റെ മാസിനെ എന്ത് ചെയ്യുന്നു? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെ കമ്പയർ ചെയ്യുമ്പോൾ എത്രത്തോളം ടൈംസ് കൂടുതലാണ് അതാണ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഒരു എലമെന്റിന്റെ അറ്റോമിക് മാസ്. സപ്പോസ് നമ്മൾ ഒരു നൈട്രജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുത്തു. ആ നൈട്രജന്റെ എലമെന്റിന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? കാർബൺ 12 ആറ്റത്തിന്റെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു എന്ത് കണ്ടുപിടിക്കും? ഒരു മാസ് കണ്ടുപിടിക്കും അല്ലെ? ആ മാസം കൂടെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞേക്കാം. 1.6 × 10⁻⁻27 കിലോഗ്രാം. ഇതാണ് ആ കാർബൺ 12 ഡിവൈഡഡ് ബൈ 12ന്റെ മാസ്. അതിന്റെ എത്ര ടൈംസ് കൂടുതലാണ് നമ്മുടെ ഏത് എടുക്കുന്ന എലമെന്റ്? ഇപ്പൊ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന ഏതാ? നൈട്രജൻ. ആ ഇതിനെ റെപ്രസെന്റേറ്റ് ചെയ്യുന്നതാണ് എന്ത്? അറ്റോമിക് മാസ് എന്ന് പറഞ്ഞിരിക്കും. അപ്പൊ മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ തന്നെ എടുക്കാം. നൈട്രജന്റെ അറ്റോമിക് മാസ് എത്രയാണ്? നമുക്കറിയാം 14 ആണ്. അറ്റോമിക് മാസ് ഓർത്ത് വെച്ചോണം, പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരും. നോക്കി ഇങ്ങനെ ഓർത്താൽ മതി. CNO കാർബൺ എന്ന് പറഞ്ഞാൽ 12, നൈട്രജൻ 14, ഓക്സിജൻ എത്രയാണ്? 16. മനസ്സിലായല്ലോ? ഓക്സിജൻ എത്രയാണ്? 16. ഈ 3 എണ്ണം ഓർത്ത് വെച്ചോ. അല്ലാതെയും ചോദിക്കും. ഈ 3 എണ്ണമാണ് മെയിൻ. അപ്പം നൈട്രജന്റെ അറ്റോമിക് മാസ് 14 ആണ്. അതെന്തിനാണ് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത്? ഈ 14 എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റ് ചെയ്യുന്നത് ഈ നമ്മുടെ നൈട്രജൻ നമ്മൾ എടുത്തിരിക്കുന്ന
C12 ഇല്ലേ, കാർബൺ 12 ഡിവൈഡഡ് ബൈ 12, 1/12 മാസ്, അതാണ് ഡിവൈഡഡ് ബൈ 12. അതിനെക്കാട്ടി എത്ര ടൈംസ് കൂടുതലാ? 14 ടൈംസ് എന്താണ് കൂടുതലാ. അതുകൊണ്ടാണ് ഇത് എന്തായത്, അതിന്റെ അറ്റോമിക് മാസ് എന്തായത് 14 എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായാലോ എന്താണ് അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ 14 എന്ന് പറയാൻ കാരണം? കാരണം ഇത്രേ ഉള്ളൂ, 14 ടൈംസ് കൂടുതലാണ് ഏതിനെക്കാട്ടിയും, മാസ് ഓഫ് കാർബൺ 12 മനസ്സിലായാലോ? അത്രയും കൂടുതലാണ് ആർക്ക്? നൈട്രജൻ. അതുകൊണ്ടാണ് ഇതിന്റെ അറ്റോമിക് മാസ് എത്രയായിട്ട് മാറിയത്? 14 ആയിട്ട് മാറിയത്. മനസ്സിലായാലോ? ഇനി നോക്കി, ഈ 1/12 എന്താണ് സാറേ ഈ കാർബൺ 12 ആറ്റം എടുക്കാൻ കാരണം? അത് പണ്ട് തൊട്ടേ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഒരു ബേസ് വെച്ചിട്ടാണ് എല്ലാത്തിന്റെയും അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പം അറ്റോമിക് മാസ് കാണുന്ന ഒരു യൂണിറ്റ് ആണ് AMU എന്ന് പറയും. AMU എന്താണ് ഈ AMU എന്ന് പറഞ്ഞാൽ? അറ്റോമിക് മാസ് യൂണിറ്റ്. AMU എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റോമിക് മാസ് യൂണിറ്റ്. ഏതിന്റെയാ? അറ്റോമിക് മാസിന്റെ യൂണിറ്റ് ആണ് എന്ത്? AMU എന്ന് പറയുന്നത്. അപ്പൊ ഈ 1 AMU എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? 1 AMU എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുന്ന ആരുമായിട്ടാ? കാർബൺ 12 അല്ലേ? അപ്പൊ 1/12 മാസ് ഓഫ് ആരാ? കാർബൺ 12 ആറ്റം. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? 1 AMU. അപ്പൊ 1 AMU എന്ന് പറഞ്ഞാൽ എന്താ? 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഇത് വേണേ പഠിച്ചു വെച്ചു. 1 AMU എന്ന് പറഞ്ഞാൽ എന്താണ്? 1 AMU എന്ന് പറഞ്ഞാൽ 1/12 മാസ് ഓഫ് കാർബൺ 12 ആറ്റം. ഇപ്പൊ ഇതിന്റെ 14 ടൈംസ് ആണ് ആർക്ക്? നമ്മുടെ നൈട്രജൻ. മനസ്സിലായാലോ? ഇപ്പൊ ഈ AMU എന്നാന്ന് ജസ്റ്റ് നോർത്ത് വെച്ചോ. ഇതിന്റെ വാല്യൂ കൂടെ വേണേ അറിഞ്ഞു വെച്ചോ, ചോദിക്കത്തില്ല. 1.66 × 10⁻⁻27 കിലോഗ്രാം കേട്ടോ. ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1.66 × 10⁻⁻27 കിലോഗ്രാം. ഇതിന്റെ 14 ടൈംസ് ആണ് ആരുടെ? നമ്മുടെ നൈട്രജന്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. ഇത് നോക്കി, ഇതാണ് അറ്റോമിക് മാസ്. ഇനി നമുക്ക് വേറൊരു സാധനം പഠിക്കാനുണ്ട്, അതാണ് ആവറേജ് അറ്റോമിക് മാസ്. അതും ഇമ്പോർട്ടന്റ് ആണ്, പ്രോബ്ലംസും ചോദിക്കാം. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നമുക്ക് അടുത്തായിട്ട് പഠിക്കാൻ വേണ്ടിയുള്ളത് ആവറേജ് അറ്റോമിക് മാസ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്, ശ്രദ്ധിച്ചോ. എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ ഇപ്പൊ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എടുക്കുവാണെങ്കിൽ, ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രജൻ മാത്രമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ല. നമുക്ക് അറിയാം ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 3 രീതിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്. 1H1 കേട്ടിട്ടുണ്ട് അല്ലെ? അടുത്തതാ 1H2 കേട്ടിട്ടില്ലേ? അതുപോലെ എന്നതാ 1H3. ഇങ്ങനെ 3 രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. 1H1 എന്നുണ്ട്, 1H2 എന്നുണ്ട്, അതുപോലെ എന്നതാ 1H3 എന്ന രീതിയിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 3 രീതിയിലാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്ന എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ വിളിക്കുന്ന പേരെന്താ? കാരണം അറ്റോമിക് നമ്പർ സെയിം ആണ്, മാസ് നമ്പർ മാത്രമേ മാറുന്നുള്ളൂ. മാസ് നമ്പർ 1, 2, 3 ഇങ്ങനെയുള്ള എലമെന്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐസോടോപ്പുകൾ എന്ന് പറയും അല്ലെ? ഐസോടോപ്സ്. കാരണം എന്താ? സെയിം അറ്റോമിക് നമ്പർ, ഡിഫറെന്റ് മാസ് നമ്പർ അല്ലെ? ഇവിടെ മൂന്നിനും 3 മാസ് നമ്പേഴ്സ്. അപ്പൊ ഓർക്കണം, നമ്മൾ ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇങ്ങനെ 3 ഐസോടോപ്പുകൾ. ഇപ്പൊ ഈ ഹൈഡ്രജന്റെ കാര്യത്തിൽ ഇതേപോലെ കാർബണിനുണ്ട്, നൈട്രജനുണ്ട്, അങ്ങനെ ക്ലോറിനുണ്ട്. ഏത് എലമെന്റ്സ് എടുത്താലും അതിനെല്ലാം എന്തുണ്ട്? ഐസോടോപ്പുകൾ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആവറേജ് അറ്റോമിക് മാസ് എടുക്കും. ഒരു ഫിക്സ്ഡ് റേഷ്യോ വെക്കാതെ എന്ത് ചെയ്യുന്നത്? ഇതിന്റെ 3ന്റെയും റിലേറ്റീവ് അബുണ്ടൻസ്. റിലേറ്റീവ് അബുണ്ടൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിന്റെ അളവും പിന്നെ അതിന്റെ അറ്റോമിക് മാസസും തമ്മിൽ അല്ലെങ്കിൽ മോളിക്കുലർ മാസസും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന്റെ ആവറേജ് എടുക്കും. ഇതാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഡെഫിനിഷൻ പഠിക്കണ്ട. എന്താണ് ആവറേജ് അറ്റോമിക് മാസ് എന്നുള്ളതിന്റെ ഡെഫിനിഷൻ പഠിക്കണ്ട. ഇപ്പൊ ജസ്റ്റ് ചോദിച്ചാൽ എന്താ? ചോദിക്കത്തില്ല മക്കളെ, ചോദിക്കത്തില്ല. ചോദിച്ചാൽ എന്താ? ഓർക്കുക, atoms are existing isotopes, like various isotopes are there. ഹൈഡ്രജൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ എന്താണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. പ്രോട്ടിയം എന്ന് പറഞ്ഞാൽ 1H1 എഴുതിയിട്ടുണ്ട്, ഡ്യൂട്ടീരിയം 1H2, ട്രിഷ്യം 1H3. ഇങ്ങനെ 3 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരെണ്ണത്തിന്റെ അറ്റോമിക് മാസ് എടുക്കാതെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ 3ഉം കൂടെ കൺസിഡർ ചെയ്തിട്ട് അതിന്റെ ഒരു ആവറേജ് എടുക്കുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. അപ്പൊ ആവറേജ് അറ്റോമിക് മാസ് ഇസ് ദ ആവറേജ് ഓഫ് ദ അറ്റോമിക് മാസസ് ഓഫ് ദ ഐസോടോപ്സ്. ഐസോടോപ്സിന്റെ എന്താണ്? ആവറേജസിനെ വിളിക്കുന്ന പേരാണെന്ത്? ആവറേജ് ഐസോടോപ്സ് എന്ന് വിളിക്കുന്നു. ഐസോടോപ്സിന്റെ മാസിന്റെ ആവറേജ്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഇത് ഞാൻ പറഞ്ഞു, ഇതിന്റെ ഡെഫിനിഷൻ അല്ല മക്കളെ ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ ഓർത്തോണം, ഐസോടോപ്സ് 2-3 എണ്ണൊക്കെ തരും. ഇപ്പൊ നമ്മളോട് ചോദിക്കുന്നത് എന്നതാ? പ്രോബ്ലം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലം. കണ്ടോ? ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ക്ലോറിൻ ഹാസ് 2 ഐസോടോപ്സ്. ക്ലോറിൻ എന്തുണ്ട്? 2 ഐസോടോപ്സ് ഉണ്ട്. ഒന്ന് ക്ലോറിൻ 35, മറ്റെന്താ? ക്ലോറിൻ 37. ഇത് രണ്ട് ഇതിന്റെ എന്താണ്? അറ്റോമിക് മാസസ് ആണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത് അതിന്റെ റേഷ്യോ, ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന റേഷ്യോയും കൂടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 3:1. ഇപ്പൊ റേഷ്യോ തന്നിട്ടുണ്ട്. റേഷ്യോ ആണ്, ശ്രദ്ധിക്കണം, റേഷ്യോ ആണ്, പെർസെന്റേജ് അല്ല. റേഷ്യോ ആയിട്ടാണ് തന്നിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാണുന്നത്? ശ്രദ്ധിച്ചോ, ഇത് പഠിച്ചു വെച്ചോ. 2 മാർക്ക് ഉറപ്പാ. ആവറേജ് അറ്റോമിക് മാസ് ചോദിക്കും. 2 മാർക്കാണ് ഇതിനെ, 2 മാർക്സ്. നോക്കിയേ എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ്. നോക്കിയേ ചെയ്യുന്നത്. ആദ്യമേ നമ്മൾ ഇതിന്റെ അറ്റോമിക് മാസ് എടുക്കണം. ആദ്യത്തെ അറ്റോമിക് മാസ് എത്രയാ? 35. അത് എത്ര റേഷ്യോയിൽ എക്സിസ്റ്റ് ചെയ്യുന്നത്? 3. അപ്പൊ 35 × 3 ചെയ്യുക.
മനസ്സിലായല്ലോ? 35 into 3 അതിന്റെ മാസും റേഷ്യോ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, പ്ലസ് ഇടുക. പിന്നെ എന്താ അടുത്തെടുക്കുക, ക്ലോറിൻ 37. അപ്പൊ 37 ഇവിടെ അതേപോലെ എത്രയാ 1. അപ്പൊ 37 into 1. അപ്പൊ ആദ്യമേ 35 into 3 പ്ലസ് 37 into 1 ഡിവൈഡഡ് ബൈ റേഷ്യോസ് കൂട്ടുക. റേഷ്യോ എത്രയാ 3 ഉം 1. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്രയാ 3 plus 1. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി 35 into 3 70 105 പ്ലസ് 37 into 1 എത്രയാ 37 ഡിവൈഡഡ് ബൈ 4. ഇതാണ് ഫൈനലി സോൾവ് ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നത്. അപ്പൊ 37 പ്ലസ് 105 എത്രയാ 142 ഡിവൈഡഡ് ബൈ 4. 142 ഡിവൈഡഡ് ബൈ 4 ഏകദേശം എത്ര വരും? 14 എന്ന് പറഞ്ഞ 142 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോൾ എത്ര വരും? 3 12 വരും. 22 അകത്ത് എത്രയാ 5 ടൈംസ് പിന്നെ 20 അഗൈൻ. അപ്പൊ 35.5. കണ്ടോ, ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ അല്ലേ ഇട്ടിരിക്കുന്നത്? 35നും 37നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ ആണ് നമ്മുടെ ആവറേജ് അറ്റോമിക് മാസ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഓർത്താണ്, കിട്ടിയത് ശരിയാണോ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി? തന്നിന്റെ രണ്ടെണ്ണം തന്നിട്ടുണ്ട്, അതിന് രണ്ടിനും ഇടയ്ക്കത്തെ വാല്യൂ ആണോ കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി. മനസ്സിലായല്ലോ? അപ്പൊ 35 into 3 എന്ന് പറയുന്നത് 105, 37 into 1 എന്ന് പറഞ്ഞാൽ 37 ഡിവൈഡഡ് ബൈ 4. മനസ്സിലായല്ലോ? 142 എന്ന് വരും. 142 ഡിവൈഡഡ് ബൈ 4. 4 into 3 12. അഗൈൻ 20 വരും. 22 വരും. 22നകത്ത് 4 എത്രയാ 5 ടൈംസ് വീണ്ടും 25. മനസ്സിലായല്ലോ? ഏതാണ് അറ്റോമിക് മാസ്? 35.5 കിലോഗ്രാം. ഇനി നോക്കിയേ ഗ്രാം. ഇനി നോക്കിയേ, നമുക്ക് ഇതേ രീതി മാത്രമുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാത്തുള്ളൂ. അല്ല, റേഷ്യോസ് മാത്രമല്ല രീതി ചോദിക്കാവുന്നത്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസിന്റെ വേറെ ടൈപ്പ് പ്രോബ്ലം ചോദിക്കുന്നത്, അതുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. അതായത് റേഷ്യോ അല്ലാതെ ഇത് തരും, പെർസെന്റേജ് തരും. അപ്പൊ എങ്ങനെയാ ചെയ്യുന്നത് നോക്കിയേ. ഒരു ക്വസ്റ്റ്യൻ നോക്കിയോ, ഞാൻ ക്വസ്റ്റ്യൻ എഴുതിയെടുക്കാം. The relative abundance, നോക്കിയോ, നിങ്ങൾ എന്റെ കൂടെ ക്വസ്റ്റ്യൻ എഴുതിക്കണം കേട്ടോ. Relative abundance of two isotopes of atomic mass. ഇവിടെ ഏതാ എലമെന്റ് എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് അറ്റോമിക് മാസ് മാത്രമേ ഉള്ളൂ പറയുന്നുള്ളൂ. 85 and 87 are 75% and 25%. 75% ആണ്, 25% ആണ്. അങ്ങനെയാണെങ്കിൽ ആവറേജ് അറ്റോമിക് മാസ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആവറേജ് അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ? നോക്കി, അപ്പൊ എങ്ങനെയാ നമുക്കറിയാം ആവറേജ് അറ്റോമിക് മാസിന്റെ ഫോർമുല നമ്മൾ ഇടാം അല്ലെ? ആവറേജ് അറ്റോമിക് മാസ് നോക്കി, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എത്രയാ 85 അല്ലെ? അപ്പൊ 85 into 75 അല്ലെ? ഇവിടുത്തെ പെർസെന്റേജ് എത്രയാ 75 അല്ലേ? 85 75. അടുത്ത എത്രയാ പ്ലസ് 87 into 25. മനസ്സിലായല്ലോ? ഇനി എന്ത് ചെയ്യുക? പെർസെന്റേജ് ആഡ് ചെയ്യുക. 75 plus 25 എത്രയാ 100. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര കിട്ടുമെന്ന് നോക്കാം. ആദ്യത്തത് 85 into 75. 85 into 75 ചെയ്യുമ്പോൾ നമുക്ക് 6375 എന്ന് കിട്ടും. അതേപോലെ അടുത്തത് എത്രയാ 87 into 25. അത് ചെയ്യുമ്പോൾ 2175 ഡിവൈഡഡ് ബൈ 75 plus 25 എത്രയാണ് 100. ഇനി ഇത് നമ്മൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6375. ഇത് രണ്ടുകൂടെ ആഡ് ചെയ്യുമ്പോൾ 8550 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, 100. അപ്പൊ ഈ രണ്ട് സീറോ വെട്ടിപ്പോവും. പിന്നെ 855 ഡിവൈഡഡ് ബൈ 10 എത്രയാ 85.5. കണ്ടോ, ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു വാല്യൂ അല്ലേ? 85നും 87നും ഇടയ്ക്കുള്ള ഒരു വാല്യൂ അല്ലേ നമ്മുടെ ആവറേജ് അറ്റോമിക് മാസ് എന്ന് കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിലും ക്വസ്റ്റ്യൻ വരാം. ഇനി മക്കളെ ഇത് ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇങ്ങനെയും ചെയ്യാം. 75%. അപ്പൊ എന്ത് ചെയ്യാം? ഡയറക്റ്റ് 0.75 എന്ന് എടുക്കാം. ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ എത്രയാ 0.75. അതേപോലെ 87 into 25 ആണ്. എന്ത് ചെയ്യാം? 0.25. ഡിവൈഡഡ് ബൈ 100ന് പകരമാണ് ഞാൻ ഒറ്റയടിക്ക് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താലും എന്ത് തന്നെ കിട്ടും? സെയിം ആൻസർ കിട്ടും. എത്രയാണ്? 85.5. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇത് പഠിച്ചു വെക്കുക. ഒരു ക്വസ്റ്റ്യൻ എവിടെ നിന്നായിരിക്കും? നമ്മുടെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ. അടുത്ത ഏതാ? റിലേറ്റീവ് ആവറേജ് അറ്റോമിക് മാസ് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും അടുത്ത് വയ്ക്കും. ഇനി നമുക്ക് പഠിക്കാൻ വേണ്ടി പോകേണ്ടത് എന്താണ് മോളിക്കുലാർ മാസ്, എന്താണ് ഫോർമുല മാസ് അല്ലോ. ഈ രണ്ട് കാര്യങ്ങളുടെ മാസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പഠിക്കാനുണ്ട്. ഇതിനകത്ത് നിന്ന് ചോദിക്കാൻ ചാൻസ് ഏതാന്ന് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ കൂടുതൽ ആവറേജ് അറ്റോമിക് മാസസ് ഒക്കെ ഉള്ളൂ ചോദിച്ചിട്ടുള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. നോക്കിയേ, ഇതാണ് മോളിക്കുലാർ മാസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ 9ാം ക്ലാസ് തൊട്ട് പഠിക്കുന്ന സാധനമാണ് എന്താണ് മോളിക്കുലാർ മാസസ് എന്നൊക്കെ പറഞ്ഞു അല്ലെ? എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ഒരു മോളിക്യൂളിന്റെ മാസ്, മോളിക്യൂളിന്റെ അതിനകത്ത് തന്നെ ഉള്ളത് എലമെന്റ് അല്ലെ? മോളിക്കുലാർ മാസ്. എന്താണ് മോളിക്കുലാർ മാസ്? മോളിക്കുലാർ മാസസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസസ് ഓഫ് എലമെന്റ്സ്. അറ്റോമിക് മാസസ് ഓഫ് എലമെന്റ്സ് പ്രസന്റ് ഇൻ ദാറ്റ് മോളിക്യൂൾ. ആ മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് മാസസിന്റെ സം ഇൻ മോളിക്യൂൾ.
മോളിക്യൂളിൽ പ്രസന്റ് ആയിട്ടുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് മാസസിന്റെ സം. ഒരു എക്സാമ്പിൾ എടുക്കാം, സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഏതാ, H2O മോളിക്യൂൾ എടുക്കുന്നു. ഇവിടെ ഏതൊക്കെ എലമെന്റ്സ് ഉള്ളത്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ ഇത് രണ്ടിന്റെയും കൂടെ സം. ഒരു ഹൈഡ്രജൻ ആണോ ഉള്ളത്? അല്ല, 2 ഹൈഡ്രജൻ. അപ്പൊ 2 ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജന്റെ എത്രയാ? ഒരാണ് അറ്റോമിക് മാസ്. ഓക്സിജൻ എത്രയാണോ ഉള്ളത്? ഒരെണ്ണം. അതിന്റെ ഒരെണ്ണത്തിന്റെ അറ്റോമിക് മാസ് എത്രയാ? 16. അപ്പൊ 2 × 1 2 + 16 × 1 എത്രയാണ്? 16. അപ്പൊ 2 + 16 എത്രയാണ്? 18. മനസ്സിലായാലോ? ഇതാണ് നമ്മുടെ മോളിക്കുലാർ മാസ് ഓഫ് വാട്ടർ. ഇനി കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുകയാണെങ്കിലോ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു കാർബണേ ഉള്ളെങ്കിൽ 1. ഇനി ആ ഒരു കാർബൺ എത്രയാണ്? നമ്മൾ പഠിച്ചു നേരത്തെ 12 ആണെന്ന് പഠിച്ചു. ഇനി 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ 2 × ഒരു ഓക്സിജന്റെ എത്രയാണ്? 16. അപ്പൊ 2 എണ്ണം ഉള്ളത് 2 × 16 എത്ര വരും? 12 + 32 അല്ലെ? 16 × 2 32. അപ്പൊ 16 × 2 32 + 12 എത്രയാ? 44 എന്ന് കിട്ടും. മനസ്സിലായാലോ? ഇനി അതേപോലെ വേറെ ചെയ്യാലോ. H2SO4 അല്ലെ? സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയും. സൾഫ്യൂരിക് ആസിഡ് H2SO4 എന്ന് നോക്കി, 2 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ 2 × 1 സൾഫർ എത്രയാ? ഒരെണ്ണത്തിന്റെ 32. അപ്പൊ 32 × 1 ഒരെണ്ണേ ഉള്ളൂ. പ്ലസ് ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്? 4 എണ്ണം ഉണ്ട്. അപ്പൊ 4 × 60. മനസ്സിലായാലും? ഇത് സോൾവ് ചെയ്യുമ്പോൾ എത്ര വരും? 2 × 1 2, 32 × 1 32 + 16 × 4 32 + 64. എത്ര വരും? ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ 64 + 32 96. 96 + 2 98 ഗ്രാം. അപ്പൊ ഇതാണ് എന്ത്? മോളിക്കുലാർ മാസ്. സിമ്പിൾ അല്ല? ഇത് ചോദിക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഇൻ കേസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? നിങ്ങൾ എഴുതിയിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലോ? ഇനി അടുത്താണ് എന്ത്? ഫോർമുല മാസ് എന്ന് പറയുന്നത്. അതും സിമ്പിൾ ആണ്, ഇതുപോലെ തന്നെ മോളിക്കുലാർ മാസ് പോലെ തന്നെയാണ്. നോക്കൂ, ഫോർമുല മാസ്. ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോർമുല മാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അയോണിക് കോമ്പൗണ്ട്സിനെ പറ്റി ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫോർമുല മാസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? അയോണിക് കോമ്പൗണ്ട്സ്. നമുക്കറിയാം NaCl എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അയോണിക് കോമ്പൗണ്ട് അല്ലേ? അതിന്റെ അകത്ത് എന്താ? അയോൺസ് ഉണ്ട്. ഏതൊക്കെ അയോൺസ് ഉള്ളത്? Na+ അയോൺസും ഉണ്ട്, അതേപോലെ തന്നെ ഉണ്ട് Cl- അയോൺ ഉണ്ട് അല്ലെ? ഇത് അയോൺസ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. എന്താ അയോൺസ് എന്ന് പറഞ്ഞാൽ? ചാർജ് ഉള്ള ആറ്റങ്ങൾ. ആറ്റത്തിന്റെ മുകളിൽ എന്തുണ്ട്? ചാർജ്. ഇപ്പൊ സോഡിയം എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം, അതിന്റെ മുകളിൽ ഒരു ചാർജ് പ്ലസ്. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ ഒരു ആറ്റം, അതിന്റെ മുകളിൽ എന്തുണ്ട്? ഒരു മൈനസ് ചാർജ്. ഇങ്ങനെയുള്ളതാണ് അയോണിക് കോമ്പൗണ്ട്സ്. ഇതിന്റെ മാസസിന്റെ സം. ഈ അയോണിക് കോമ്പൗണ്ട്സിന്റെ അല്ലെങ്കിൽ അയോണിക് ആയിട്ടുള്ള അയോൺസിന്റെ എന്ത് ചെയ്യുന്നു? മാസസിന്റെ സം. അതാണ് എന്ത്? ഫോർമുല മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ സപ്പോസ് നമുക്ക് ഫോർമുല മാസ് ഓഫ് NaCl എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഫോർമുല മാസ് ഓഫ് NaCl. NaClന്റെ ഫോർമുല മാസ് ചോദിച്ചാൽ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി. അറ്റോമിക് മാസ് ഓഫ് ഏതെടുത്താൽ മതി? അറ്റോമിക് മാസ് ഓഫ് Na+ അല്ലെ? നമ്മുടെ സോഡിയത്തിന്റെ Na+ന്റെ അറ്റോമിക് മാസും, അതേപോലെ ഏതിന്റെ അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. ഇത് നമ്മൾ തമ്മിൽ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. മനസ്സിലായാലോ? ഇതാണ് ഫോർമുല മാസ്. ഇറ്റ് ബേസിക്കലി റിലേറ്റ്സ് ടു ദ അയോണിക് കോമ്പൗണ്ട്സ്. മനസ്സിലായാലോ? അപ്പൊ ഫോർമുല മാസ് ഓഫ് NaCl ചോദിച്ചാൽ എന്താണ്? അറ്റോമിക് മാസ് ഓഫ് Na+ പ്ലസ് അറ്റോമിക് മാസ് ഓഫ് Cl-. നോക്കിയേ, അറ്റോമിക് മാസ് ഓഫ് Na+, സോഡിയത്തിന്റെ എത്രയാണ്? 23 ആണ്. അതേപോലെ നമ്മുടെ ക്ലോറിൻ എത്രയാ? 35.5. ഇത് നമ്മൾ കൂട്ടുമ്പോൾ എത്ര വരും? യെസ്, ഒരു 5 ഉണ്ട്, പിന്നെ എത്രയാണ്? 8 ഉണ്ട്, ഒരു 5 ഉണ്ട്. 58.5 ഗ്രാം. ഇതാണ് ഫോർമുല മാസ് ഓഫ് NaCl എന്ന് പറഞ്ഞത്. മനസ്സിലായല്ലോ? അറ്റോമിക് മാസ് ഓഫ് Na എന്ന് പറഞ്ഞാൽ 23, ക്ലോറിന്റെ എത്രയാണ്? 35.5 ഗ്രാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 58.5 ഗ്രാം. ഇപ്പൊ ചോദിച്ചാൽ ഓർക്കണം, ഇറ്റ് ഈസ് ബേസിക്കലി റിലേറ്റ്സ് ടു ദ അയോണിക് കോമ്പൗണ്ട്സ്. ദ ഫോർമുല മാസ് ഓഫ് എനി കോമ്പൗണ്ട് ഈസ് ഗിവൺ ആസ് ഇസ് ദ സം ഓഫ് ദ അറ്റോമിക് മാസസ് അല്ലെങ്കിൽ അയോണിക് മാസസ് ഓഫ് എലമെന്റ്സ് ഓഫ് എ കോമ്പൗണ്ട്. മനസ്സിലായല്ലോ? അതാണ് ഫോർമുല മാസ്. ചോദിക്കാൻ ചാൻസ് കുറവ്. മക്കളെ നോക്കിയേ, അടുത്ത പറയാൻ വേണ്ടി പോകുന്നത് 1 മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? അത് എന്താ പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോദിക്കാൻ ചാൻസ് വളരെ വളരെ കുറവാണ്. എന്നാലും ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെല്ലാം നിങ്ങൾ 10ൽ പഠിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാം. മോൾ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ, മോൾ എന്ന് പറഞ്ഞാൽ ആദ്യമേ മോള് നമ്മളെല്ലാരും വിളിക്കത്തില്ലേ മോളെ എന്ന്? അതുപോലെ മോൾ എന്ന് പറഞ്ഞാൽ എന്താ? മോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിനകത്ത് അടങ്ങിയിട്ടുള്ള അതിന്റെ എമൗണ്ടിന്റെ നമ്മൾ പറയത്തില്ല, ഇപ്പൊ 1 കിലോ എന്ന് പറയത്തില്ലേ? ഒരു കടയിൽ പോയി അരി മേടിച്ചാൽ 1 കിലോ അരി എന്ന് പറയും. അതേപോലെ തന്നെ ഒരു സബ്സ്റ്റൻസിന്റെ എമൗണ്ട്, അതിന്റെ ഒരു യൂണിറ്റ് ആണ് എന്ത്? മോൾ എന്ന് പറയുന്നത്. ഒരു സബ്സ്റ്റൻസ്, ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ്, ഈ പേനയുടെ ഇതിനകത്തുള്ള ഇലക്ട്രോൺസ് കാണും, ആറ്റംസ് കാണും, ഇതിന്റെ എല്ലാം ആ എമൗണ്ടിനെ വിളിക്കുന്ന ഒരു യൂണിറ്റ്. ആ യൂണിറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോൾ എന്ന് പറയും. 1 മോള് പറയാം, 2 മോള് പറയാം, 3 മോള് പറയാം, അല്ലെ? അങ്ങനെ മോൾസ് എന്ന് പറയാം. അപ്പൊ ഇറ്റ് ഈസ് എ യൂണിറ്റ്. എന്തിന്റെ? ഇറ്റ് ഈസ് എ യൂണിറ്റ് ഓഫ്
എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്. ഇനി നിങ്ങൾക്ക് അതല്ല അറിയേണ്ടത്. 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് അതാണ് അറിയേണ്ടത്. എത്ര പാർട്ടിക്കിൾസ് ഉള്ളേ? 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. ഇതാണ് മക്കളെ അറിയേണ്ടത്. 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ് കണ്ടെയ്ൻ 6.022 into 10⁻23 പാർട്ടിക്കിൾസ്. ചിലപ്പം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട്, എന്താണ് 6.022 into 10⁻23? അവോഗാഡ്രോ നമ്പർ എന്ന് പറയും. എന്ത് പറയും? അവോഗാഡ്രോ നമ്പർ. മനസ്സിലായല്ലോ? അവോഗാഡ്രോ നമ്പറിനെ വിളിക്കുന്ന പേരാണെന്ത്? 6.022 into 10⁻23. മനസ്സിലായല്ലോ? ആ നമ്പർ അവോഗാഡ്രോ നമ്പർ എത്രയാന്ന് ചോദിച്ചാൽ എത്രയാണ്? 6.022 into 10⁻23. അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് Na. മനസ്സിലായല്ലോ? അപ്പൊ നമ്മളിപ്പോ ഒരു ഉദാഹരണം കാണിച്ചു തരാം. 1 മോൾ ഓഫ് ഹൈഡ്രജൻ. 1 മോൾ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതിന്റെ അകത്ത് എത്ര പാർട്ടിക്കിൾസ് ഉള്ളത്? 6.022 into 10⁻23 ആറ്റംസ് ഉണ്ട് അല്ലേ? 1 മോൾ ഓഫ് ഹൈഡ്രജൻ. അതുപോലെ തന്നെ 1 മോൾ ഓഫ് CO2. അതിന്റെ അകത്ത് എത്ര എണ്ണം ഉണ്ട്? അതിന്റെ അകത്ത് എന്താണ്? 6.022 into 10⁻23 ആറ്റംസ് ആണോ? അല്ല, മോളിക്യൂൾസ് ഉണ്ട്. ഇവിടെ മോളിക്യൂൾ അല്ല, ഒരു കോമ്പൗണ്ട് ആണ്, മോളിക്യൂൾ. അതേപോലെ തന്നെ 1 മോൾ ഓഫ് NaCl എന്ന് പറഞ്ഞാൽ എന്നായിരിക്കും? 1 മോൾ ഓഫ് NaCl എന്ന് പറഞ്ഞാൽ 6.022 into 10⁻23 ഫോർമുല യൂണിറ്റ്സ് ഓഫ് മോളിക്യൂൾസ്. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ പാർട്ടിക്കിൾസ്. ഫോർമുല യൂണിറ്റ്സ് ഓഫ് പാർട്ടിക്കിൾസ്. മനസ്സിലായല്ലോ? ഫോർമുല യൂണിറ്റ്സ്. ഓർക്കണം, ഇതാണ് 1 മോൾ ഓഫ് NaCl അല്ലെങ്കിൽ 1 മോൾ ഓഫ് എനിത്തിങ് എന്ന് പറയുന്നത്. 1 മോൾ ഓഫ് പെൻ എന്ന് പറയുന്നത് എന്താ? ഇതിനകത്ത് 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ട്. ആറ്റംസ് ആവാം, മോളിക്യൂൾസ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. മനസ്സിലാക്കണം എന്താണ് 1 മോൾ എന്ന് പറഞ്ഞാൽ. 1 മോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിനകത്ത് 6.023 ഉണ്ട്. ഇത് നോക്കിയേ, മാസ്. മോളാർ മാസ് എന്താണ് അടുത്ത് പറയുന്നത്? മോളാർ മാസ് എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് 1 മോൾ ഓഫ് എനി സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന്റെ മാസ്. പക്ഷെ അത് ഗ്രാമിൽ പറയുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ മാസ്. മോളാർ മാസ് നമ്മൾ നേരത്തെ അറ്റോമിക് മാസ് യൂണിറ്റ് എന്ന് പഠിച്ചു, AMU. അതും ഒരു എന്താ പറയുന്നത് സബ്സ്റ്റൻസിന്റെ വെയിറ്റിനെ സൂചിപ്പിക്കുന്നതാണ് AMU എന്ന് പറഞ്ഞാൽ. AMU എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1/12 മാസ് ഓഫ് എ കാർബൺ 12. ഇവിടെ മോളാർ മാസ്. മോളാർ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മോൾ ഓഫ് സബ്സ്റ്റൻസിന്റെ മാസിനെ ഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നു, ഇൻ ഗ്രാംസ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മോളാർ മാസ്. നമുക്കറിയാലോ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ അല്ലെ? അറിയാലോ മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എത്രയാ? മോളാർ മാസ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട് അതിനകത്ത്. അപ്പം 2 ഗ്രാം ഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഇനി എന്താ? മോളാർ മാസ് ഓഫ് ഓക്സിജൻ O2 ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ എത്രയാ? 32 ഗ്രാം. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മോൾ കൺസെപ്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. പക്ഷെ ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വരാൻ വളരെ വളരെ ചാൻസ് കുറവാണ്. ഇനി പഠിക്കാൻ വേണ്ടി പോകുന്ന ഐറ്റമാണ് ലിമിറ്റിംഗ് റിയേജന്റ്. അത് ഞാൻ വേണമെങ്കിൽ എഴുതി തരാം. എന്താണ് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കും. നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. ലിമിറ്റിംഗ് റിയേജന്റ് ഡെഫിനിഷൻ കാണാതെ പഠിച്ചു വെക്കുക. എന്താണ് ഡെഫിനിഷൻ പറയുന്നത് ലിമിറ്റിംഗ് റിയേജന്റ്? റിയേജന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അതിൽ മൊത്തം തീർന്നു പോകുന്ന സാധനം റിയേജന്റ്. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത് അല്ലെ? ലിമിറ്റിംഗ് റിയേജന്റ് ഈസ് ദ റിയേജന്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഇൻ ദ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഇപ്പൊ 2 എണ്ണം സാധനം കമ്പൈൻ ചെയ്യുക, അതിൽ ഒരെണ്ണം പെട്ടെന്ന് തന്നെ തീർന്നു പോയി. അങ്ങനെയാണെങ്കിൽ ആ തീർന്നു പോകുന്ന സാധനത്തിന് വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. അപ്പൊ മറ്റേനെ എന്ത് വിളിക്കും? മറ്റേത് പിന്നെയും ബാക്കി കിടക്കില്ല. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എക്സസ് റിയേജന്റ് എന്ന് പറയും. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ്. കംപ്ലീറ്റ് എന്ന് പറയുന്നത് മൊത്തമായിട്ടും കൺസ്യൂംഡ്, ഉപയോഗിച്ചു ഇൻ ദ റിയാക്ഷൻ. റിയാക്ഷനിൽ ഫുൾ ആയിട്ട് ഉപയോഗിച്ചു, ഇനി ഒന്നും ബാക്കിയില്ല. അങ്ങനെയുള്ള റിയേജന്റ് വിളിക്കുന്ന പേരാണെന്ത്? ലിമിറ്റിംഗ് റിയേജന്റ്. മറ്റേ വിളിക്കുന്ന പേര് എക്സസ് റിയേജന്റ്. വേറൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, റിയേജന്റ് ദാറ്റ് ലിമിറ്റ്സ് എ റിയാക്ഷൻ. ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നു? ലിമിറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയാൻ കാരണം. എന്താണ് ലിമിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ കയ്യില് നമുക്കൊരു ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. എന്താ പറയുന്നത്? ഒരു ചായ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വെള്ളവും വേണം, പാലും വേണം. ഓക്കെ, അപ്പൊ ഈ വെള്ളം നമ്മുടെ കയ്യിൽ കുറെ ഉണ്ട്, പാല് കുറച്ചുള്ളൂ. വീണ്ടും വീണ്ടും നമുക്ക് പാലുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ചായ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? പാലില്ല. പാല് പെട്ടെന്ന് തീർന്നു പോയി. അപ്പൊ എന്ത് ചെയ്യുന്നു? ആ പാല് തീർന്നുകൊണ്ട് പിന്നെ ചായ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല, ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? പാലെന്ന് പറയുന്ന സാധനം അവിടെ തീർന്നു പോയോണ്ട് അതെന്താണ്? അതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ആദ്യം തീർന്നു പോകുന്ന ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യം തീർന്നു പോകുന്ന റിയേജന്റ്, അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ്. അത് തീർന്നു കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ നടക്കുവോ? ഇല്ല, നടക്കത്തില്ല. ഇറ്റ്സ് ലിമിറ്റ്സ് ദ റിയാക്ഷൻ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് ആസ് ലിമിറ്റിംഗ് റിയേജന്റ്. മറ്റേനെ വിളിക്കുന്ന പേരെന്താ? കുറെ ഉള്ളതിനെ എക്സസ് റിയേജന്റ് എന്ന് പറയും. അതൊരു എക്സാമ്പിൾ സഹിതം പറഞ്ഞുതരാം. ഡെഫിനിഷൻ പഠിച്ചു വെച്ചോണേ. 2SO2 plus O2 gives 2SO3. എന്താണ് പറയുന്നത്? 2SO2 plus O2 gives 2SO3. ഇതൊരു റിയാക്ഷൻ. നമുക്ക് ഇതിനൊന്ന് ഇച്ചിരി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. എന്താ സംഭവം എന്നൊക്കെ നോക്കിയാൽ, 2 മോൾ SO2 എത്രയാ? 2 മോൾ SO2 1 മോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ, 1 മോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ 2 മോൾ SO3 ഉണ്ടാകുന്നു. 2 മോൾ
SO3. അപ്പൊ നോക്കിയേ 2 മോൾ SO2 ഉണ്ട്, അതിന് എത്ര വേണം 1 മോൾ O2 മതി. 2 മോൾ SO2 ഉണ്ട്, പക്ഷെ അതിന് എത്ര മതി? 1 മോൾ O2 ഉണ്ടെങ്കിൽ ആ സംഭവം എന്ത് തരും? 2 മോൾ SO3 തരും. ഞാൻ രണ്ടും 10 മോൾസ് എടുക്കുന്നു, 10 മോൾസ് SO2 എടുക്കുന്നു, 10 മോൾ O2 എടുക്കുന്നു, 10 മോൾ O2 എടുക്കുന്നു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 10 മോൾ SO3 ആ കിട്ടുന്നതെന്ന് വെച്ചു. കാരണം ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാ? 2 ആ. ഇവിടെ 10 ആണെങ്കിൽ ഇവിടെ എത്ര തന്നെയാ? 10. ഇവിടെ സംഭവം നോക്കിയേ, 10 മോൾ SO2 എടുത്ത് അത് എത്രയായിട്ടാ കമ്പൈൻ ചെയ്യുന്നത്? 10 മോൾ O2 ആയിട്ടാ കമ്പൈൻ ചെയ്യുന്നത്. പക്ഷെ 10 വേണോ? വേണ്ട. കാരണം എന്നതാ? 2 മോൾ SO2-ന് 1 മോൾ ഓക്സിജൻ മതി. കണ്ടോ? 2 മോൾ SO2-ന് 1 മോൾ ഓക്സിജൻ മതി. പക്ഷെ ഇവിടെ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? 10 മോൾ എടുത്തു, 5 ഇരട്ടിയായി. അപ്പൊ ഇവിടെ നമുക്ക് 10 വേണോ? വേണ്ട, 5 മതി. ബാക്കി ഇവിടെ 5 മോൾ O2 എന്താ? ലെഫ്റ്റാ. 5 മോൾ O2 എന്താണ്? ലെഫ്റ്റ്. ബാക്കി വരുന്നുണ്ട് അല്ലെ? 5 മോൾ ബാക്കി വരുന്നുണ്ട്. കാരണം 10 മോളിൽ എത്ര എണ്ണം മതി? 10 മോളിൽ 5 എണ്ണം മതി അല്ലെ? ബാക്കി 5 എണ്ണം എക്സ്ട്രാ. അപ്പൊ ഇത് എക്സ്ട്രാ വരുന്നോണ്ട് ഇതിനെ വിളിക്കുന്ന പേരെന്നാ? എക്സസ് റിയേജന്റ്. ഇത് പെട്ടെന്ന് തീർന്നില്ലേ? 10 മോളേ ഉള്ളൂ. 10 മോൾ ഉള്ളതുകൊണ്ടാണ് 10 മോൾ SO3 ഉണ്ടായത്. പക്ഷെ ബാക്കി കിടക്കും 5 എണ്ണം O2 പിന്നെ. അപ്പൊ ഈ തീർന്നു പോയോണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ലിമിറ്റിംഗ് റിയേജന്റ്. മനസ്സിലായല്ലോ? ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷനിൽ ആദ്യം തീർന്നു പോകുന്ന റിയേജന്റ്, അതാണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. 2 മോൾ SO2-ന് 1 മോൾ ഓക്സിജൻ വേണമായിരുന്നു. അതേപോലെ തന്നെ 10 മോൾ SO2-ന് 5 മോൾസ് മതി. പക്ഷെ ഇവിടെ നമുക്ക് എത്രയുണ്ട്? എക്സ്ട്രാ 5 കൂടെ ഉണ്ട്. അത് ആവശ്യമില്ല നമുക്ക്. അതുണ്ടായിട്ട് കമ്പൈൻ ചെയ്യാൻ എന്ത് വേണം? SO2 വേണം. ആകെ നമ്മുടെ ഈ 10 മോളേ ഉള്ളൂ അല്ലെ? 10-ന് 5, മൊത്തം 10 ആയിരുന്നു O2. അങ്ങനെയായിരുന്നു ഇപ്പുറത്ത് എത്ര എണ്ണം വേണമായിരുന്നു? 20 എണ്ണം വേണമായിരുന്നു. സംഭവം മനസ്സിലായല്ലോ? ഇതാണ് എന്ത്? ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. നമുക്ക് അത് ഇപ്പൊ തന്നെ ചെയ്യാം. ഒരു 2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. എന്നാലേ ഉള്ളൂ ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലം ചെയ്യാൻ പഠിക്കത്തുള്ളൂ. നോക്കാം എന്താണ് ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലംസ്. മക്കളെ നോക്കിയോ, ലിമിറ്റിംഗ് റിയേജന്റിന്റെ ഒരു പ്രോബ്ലം ആണ്, ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ്, ശ്രദ്ധിച്ചു. എ റിയാക്ഷൻ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് NH3 ഗ്യാസ്, അമോണിയ ഗ്യാസിന്റെ പ്രൊഡക്ഷന്റെ കാര്യം പറയുന്നത് അല്ലെ? ഹേബർ പ്രോസസ് വെച്ചാൽ നമ്മൾ അറിയാലോ. NH3 ഗ്യാസിന്റെ പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. കണ്ടെയ്ൻസ് 250 ഗ്രാം ഓഫ് N2 ഗ്യാസ്. അതിനകത്ത് എന്തൊക്കെയുണ്ട്? 250 ഗ്രാം N2 ഗ്യാസ്, നൈട്രജൻ ഗ്യാസും ഉണ്ട്, 50 ഗ്രാം ഹൈഡ്രജൻ ഗ്യാസും ഉണ്ട്. അണ്ടർ സ്യൂട്ടബിൾ കണ്ടീഷൻ ഐഡന്റിഫൈ ദ LR, ലിമിറ്റിംഗ് റിയേജന്റ്, ആൻഡ് മാസ് ഓഫ് ദ NH3 ഫോംഡ്. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. 50 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട്, 250 ഗ്രാം നൈട്രജൻ ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കാൻ പോയി? നമ്മൾ അമോണിയ ഉണ്ടാക്കാൻ പോയി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്തെ ലിമിറ്റിംഗ് റിയേജന്റ് എത്രയാണ്? ഇത് വെച്ചിട്ട് എത്ര അമോണിയ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും? അപ്പൊ ഇത് ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഒരു ലിമിറ്റിംഗ് റിയേജന്റ് ക്വസ്റ്റ്യൻ വന്നാൽ തന്നിരിക്കുന്ന എലമെന്റ്സ് വെച്ചിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കുക അല്ലെ? അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? റൈറ്റ് ദ ഇക്വേഷൻ. ഏതാ? ഇവിടെ N2 ആണ്, H2 ആണ്, NH3 ആണ്. അപ്പൊ നമുക്കറിയാം ഇത് നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ്. ക്വസ്റ്റ്യനിൽ വരുമ്പോഴും പരിചയമുള്ള ഇക്വേഷൻസ് ഇവിടെ തരത്തുള്ളൂ. നമുക്കറിയാം ഏതാ? N2 ഉണ്ട്, H2 ഉണ്ട്. ഇത് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനം എന്താ? പ്രൊഡക്ഷൻ ഓഫ് NH3. അപ്പൊ അമോണിയ ആണ് ഉണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യാനായിട്ട് നോക്കിയേ, ബാലൻസ് ചെയ്യാൻ നേരത്തെ എന്ത് വരും? NH3 ആണ് അല്ലെ? NH3. അപ്പൊ നോക്കിയേ, NH3 അമോണിയ എത്ര N ഉണ്ട് ഇവിടെ? ഇവിടെ 2 N ഉണ്ട്. ഇവിടെ എത്രയാണ്? 1 N ഉള്ളു. അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ഇടണം? 2 ഇടണം. അപ്പൊ നോക്കിയേ 2NH3. അപ്പൊ ഹൈഡ്രജൻ എത്രയായി? ഹൈഡ്രജൻ 6 എണ്ണമായി. ഇവിടെ 3 3 × 2 6 ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ ഇവിടെ എത്ര കൊടുക്കണം? ഇവിടെ 2 എണ്ണേ ഉള്ളൂ. അത് ഈക്വൽ ആക്കാനായിട്ട് 6 കൊടുത്തു. അപ്പൊ ഇത് ബാലൻസ് ആയല്ലോ. ഇനി നോക്കിയേ, ഇനി എന്നാ ചെയ്യേണ്ടത്? ഇപ്പൊ ബാലൻസ്ഡ് ആക്കി. നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ആക്കാനായിരുന്നു. N2 + 3H2 gives 2NH3. 2 നൈട്രജൻ, ഇവിടെയും 2 നൈട്രജൻ, ഇവിടെ 6 ഹൈഡ്രജൻ, ഇവിടെയും 6 ഹൈഡ്രജൻ. ഇനി ഇതിന്റെ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഗ്രാമിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതേപോലെ തന്നെ ഓരോന്നിന്റെയും ഗ്രാംസ് കണ്ടുപിടിക്കുക. ഇപ്പൊ നൈട്രജൻ N2 ഞാൻ നിങ്ങളോട് പറഞ്ഞു, CNO എന്ന് ഓർത്താൽ മതി. ഇത് 12, ഇത് 14, ഇത് 16. ഇപ്പൊ നൈട്രജൻ 14, 2 എണ്ണം ഉള്ളതുകൊണ്ട് 14 × 2 28. ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജൻ 1. അപ്പൊ 3 × 2 6 എണ്ണം ഉണ്ട്. അപ്പൊ എത്രയാ? 6. മനസ്സിലായല്ലോ? 3H2 ഒരെണ്ണം എന്ന് പറഞ്ഞാൽ 1 അല്ലെ? അപ്പൊ 3H2 എന്ന് പറയുമ്പോൾ എത്രയാ? 6 എണ്ണം ഉണ്ട് ടോട്ടൽ. മൊത്തം 6 എണ്ണം. 3 × 2 6. അപ്പൊ 6 എണ്ണം ആകുമ്പോൾ 28 ഗ്രാം. ഇവിടെ എത്രയാ? 6 ഗ്രാം. ഇത് കമ്പൈൻ ചെയ്യുമ്പോൾ അമോണിയ. അപ്പൊ 2 × അമോണിയയുടെ എത്രയാ? അമോണിയ എന്ന് പറയുമ്പോൾ N-ന്റെ 4, ഹൈഡ്രജന്റെ എത്രയാ? 3 എണ്ണം. അപ്പൊ 14 + 3 17. 17 × 2 എത്രയാ? 34 എന്ന് കിട്ടും. 2 × 7 14. അപ്പൊ നോക്കിയേ, 28 ഗ്രാമും 6 ഗ്രാമും 34 ഗ്രാം. 28 6 34. ഓക്കെ, നോക്കിയേ
ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റ്? അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ദ ഇക്വേഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അകത്തുള്ള മാസസ് എഴുതുക, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഐഡന്റിഫൈ ദ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ അതിന് ചെയ്യാനായിട്ട് നോക്കി 28 ഗ്രാമിൽ 6 ഗ്രാം വേണം അല്ലെ. നൈട്രജന്റെ കാര്യത്തിൽ നമ്മൾ ആദ്യം ലിമിറ്റിംഗ് റിയേജന്റ് കാണാൻ ലെഫ്റ്റ് സൈഡ് മാത്രം എടുക്കുക, റിയാക്ടൻസ് മാത്രം എടുക്കുക. 28 ഗ്രാമിന് എത്ര വേണം? 28 ഗ്രാമിന് 6 ഗ്രാം വേണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഏതാ 28 ഗ്രാമിന് പകരം എന്താ ഇവിടെ കൊടുത്തിരിക്കുന്നത്? ഇവിടെ കൊടുത്തിരിക്കുന്നത് 250 ഗ്രാം നൈട്രജനും 50 ഗ്രാം ഹൈഡ്രജനും. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. അപ്പൊ ആദ്യമേ നൈട്രജൻ 28, അപ്പൊ നമുക്ക് 28ന് പകരം 250 ഗ്രാം ആയി ഇപ്പൊ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് എത്രയാണ് ആവശ്യമുണ്ടോ നമുക്കിത് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഞാൻ കണ്ടുപിടിക്കാനുള്ളത് എക്സ് ആക്കി എടുത്തു. എത്ര ഹൈഡ്രജൻ വേണം? അപ്പൊ 50 താഴെയാണെങ്കിൽ എന്തായിരിക്കും ഇത് എക്സസ് റിയേജന്റും, 50 കൂടുതലാണെങ്കിൽ ഇതെന്തായിരിക്കും ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ നമുക്കിത് ഇങ്ങനെ എഴുതിക്കാണ്ട് ക്രോസ് മൾട്ടിപ്ലൈ, ഇതൊക്കെയാണ് കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ടുകൾ. ക്രോസ് മൾട്ടിപ്ലൈ 28 into x, 28x അടുത്തതാ 28x ആണ്, ജി അല്ല, 28x ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. 28 into x 28x 250 into 6, 250 into 6. അപ്പൊ ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 28 into 6. അത് അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? ഡിവൈഡ് ആവും. 250 into 6 ഡിവൈഡഡ് ബൈ 28. 250 into 6 divided by 28. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 53.75 എന്ന് കിട്ടും. എത്ര കിട്ടും? 53.75. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഹൈഡ്രജനാ അല്ലെ. എക്സ് എന്ന് പറഞ്ഞാൽ ആരാ? ഹൈഡ്രജൻ. അപ്പൊ ഹൈഡ്രജൻ എത്ര വേണം? 53.75 വേണം ഫോർ 250 ഗ്രാം N2. 250 ഗ്രാം N2 എത്ര വേണം? 53.75 ഗ്രാം എന്ത് വേണം? നമ്മുടെ ഹൈഡ്രജൻ വേണം. പക്ഷെ നമുക്ക് അത്ര ഉണ്ടോ? ഇല്ല. നമ്മുടെ കയ്യിൽ അവൈലബിൾ എത്രയാ? 50 ഗ്രാമാ. അത് കണ്ടുപിടിച്ച് മനസ്സിലായല്ലോ. ആദ്യം ബാലൻസ് ചെയ്യുക, പിന്നെ ഓരോന്നിന്റെ അറ്റം മാസ് എടുക്കുക, പിന്നെ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. ഇപ്പൊ നൈട്രജൻ ഞാൻ എടുത്തു. നൈട്രജൻ എടുത്താൽ 250, മറ്റേ എക്സ് ആണെന്ന് വിളിക്കുക, എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലായല്ലോ? ചെയ്യുമ്പോൾ നമുക്ക് നൈട്രജന്റെ വാല്യൂ എത്ര കിട്ടി? 53.75 വേണം 250 ഗ്രാമിന്. പക്ഷെ അത്ര ഉണ്ടോ? ഇല്ല. വി ഹാവ് ഓൺലി 50 ഗ്രാം. എന്താണ്? 50 ഗ്രാം, 50 ഗ്രാമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താ? ഹൈഡ്രജൻ ഈസ് ദ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഇതിനകത്ത് ലിമിറ്റിംഗ് റിയേജന്റ് ഏതാ? ഹൈഡ്രജൻ. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ലിമിറ്റിംഗ് റിയേജന്റിന്റെ അകത്തെ ഹൈഡ്രജന്റെ ക്വസ്റ്റ്യൻ ചെയ്തത്. മനസ്സിലായല്ലോ? ഇനി ലിമിറ്റിംഗ് റിയേജന്റ് ഐഡന്റിഫൈ ചെയ്തു. ഇനി അടുത്ത എന്നതാ? മാസ് ഓഫ് NH3 ഫോംഡ്. എത്രത്തോളം അമോണിയ ഉണ്ടായി അതിന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് ഞാൻ ഇപ്പൊ പറയാം. ഓക്കെ, ഇനി ലിമിറ്റിംഗ് റിയേജന്റ് വെച്ച് മാത്രം ചെയ്താൽ മതി. നമ്മളിപ്പം നൈട്രജനെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഇനി ചെയ്യേണ്ടത് ഏതാ? നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് വെച്ച് 6 ഗ്രാമിന് 34. അപ്പൊ നമ്മുടെ കയ്യിലുള്ള എത്രയാ? 50 ഗ്രാമിന് എത്ര വേണമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നോക്കിയേ, അതെങ്ങനെ ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ശ്രദ്ധിച്ചോ. നോക്കിയേ, നമ്മൾ നേരത്തെ ഇക്വേഷൻ ചെയ്തപ്പോ കണ്ടു 6 ഗ്രാമിന് എത്ര വേണം? 34 ഗ്രാം അമോണിയ വേണം. 6 ഗ്രാം ഹൈഡ്രജൻ അല്ലെ. 6 ഗ്രാം ഹൈഡ്രജൻ. 6 ഗ്രാം ഹൈഡ്രജന് എത്ര വേണം? 34 ഗ്രാം. പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പൊ എത്രയാ ഉള്ളത്? നമ്മുടെ കയ്യിൽ 50 ഗ്രാമാണ്. അതിന് എത്ര അമോണിയ ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അറിയത്തില്ല. അതിന് എക്സ് നേരത്തെ ഇതുപോലെ എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 6 into x which is equal to ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 34 into 50. 34 into 50. ഇതിനകത്ത് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? 34 into 50 divided by 6. മനസ്സിലായാലോ? 34 into 50 divided by 6. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 283.33 ഗ്രാം. മനസ്സിലായാലോ? അപ്പൊ എത്ര ഗ്രാം അമോണിയ ഉണ്ടാകുന്നുണ്ട്? 283.33 ഗ്രാം അമോണിയ. 6 ഗ്രാമിന് 34, 6 ഗ്രാമിന് 34. അങ്ങനെയാണെങ്കിൽ 50 ഗ്രാമിന് എത്രയാണെന്ന് ലഭിച്ചത്? 50 ഗ്രാമിന് 283.33. എന്തുകൊണ്ടാണ് 50 ഗ്രാം എടുത്തത്? മറ്റേ 250 എടുക്കാഞ്ഞ്? ഈ 50 ഗ്രാം നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റ് ഏതാ? ഹൈഡ്രജന്റെ വെച്ചാണ് എടുത്തത്. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റിന് എങ്ങനെ ക്വസ്റ്റ്യൻ വരാമെന്ന് ചോദിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടത്. ഇതോടെ നമ്മുടെ ടോപ്പിക് തീരാൻ പോകും. ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ് ഇൻ ദ കംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് 80 ഗ്രാം മീഥെയ്ൻ. 80 ഗ്രാം മീഥെയ്നെ കമ്പസ്റ്റൻ ചെയ്യുമ്പോൾ, കമ്പസ്റ്റൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്സിജന്റെ പ്രസൻസിൽ ചൂടാക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുന്നത് 80 ഗ്രാം മീഥെയ്നെ കത്തിച്ച്? ഓക്കെ, ഇപ്പൊ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓൾറെഡി റിയാക്ഷൻ തരും. ചില കേസസിൽ അങ്ങനെയാണ് കേട്ടോ. റിയാക്ഷൻ തരും, എന്നിട്ട് കണ്ടുപിടിക്കാനേ വെച്ചിരിക്കുന്നത്. നോക്കിയേ, ഇതായിട്ട് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. കാൽക്കുലേറ്റ് ദ എമൗണ്ട് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോംഡ്. എത്രത്തോളം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കി. ഇവിടെ ലിമിറ്റിംഗ് റിയേജന്റ് ഒന്നും ചോദിച്ചിട്ടില്ല. ഇവിടെ നോക്കിയേ, CH4 മീഥെയ്ൻ. മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ എത്രയാ? കാർബണിന് 12ഉം ഹൈഡ്രജൻ എത്രയാ? 4 എണ്ണം ഉണ്ട്. അപ്പൊ 12 4 എത്രയാ? 16 ഗ്രാം. 16 ഗ്രാമിന് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായി? CO2, നോർമൽ CO2 ആണ് നമുക്കറിയാം. ഇപ്പം കാർബണിന്റെ 12ഉം
രണ്ടെണ്ണം വരുമ്പോൾ 32. 32 രണ്ടും 32 12 എത്രയാ 44. അതിന്റെ അർത്ഥം എന്താ 16 gram CH4-ന് എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വേണം 44 gram CO2 വേണം. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നതിനാ 80 ഗ്രാമിന് എത്ര വേണം 80 gram CH4-ന് ചോദിച്ചിരിക്കുന്നതിനതാ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം എക്സ് ആക്കി വിളിക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ മതി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ എന്ത് ചെയ്യുക ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ എന്ത് വരും 16 into x which is equal to എത്ര വരും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 into 80 അല്ലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. ഇതിനകത്ത് നമുക്ക് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്ത് വരും 44 into 80 divided by 16. ക്യാൻസൽ ചെയ്യാലോ 18 16 ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും 5 വരും 44 into 5 അതാണ് ആൻസർ. 44 into 5 എത്രയാ 4 5 20 22. ഇപ്പൊ എത്രയാ 220 gram. ഇപ്പൊ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട് 220 gram കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഇതും ഒരു ലിമിറ്റിംഗ് റിയേജന്റ് എക്സാക്ട്ലി വരുന്നില്ലെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്താണ് ഒരു ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ. ജസ്റ്റ് ആദ്യമേ എന്ത് ചെയ്തു റിയാക്ഷൻ തന്നിട്ടുള്ളതോട് നമ്മുടെ ഭാഗ്യം നമ്മൾ എഴുതി എന്ത് ചെയ്തു അതേ സാധനം അതിന്റെ എന്ത് ചെയ്തു ഓരോന്നിന്റെ അറ്റോമിക് മാസസും മോളിക്കുലാർ മാസസും എഴുതി. എന്നിട്ട് നമ്മുടെ ചോദ്യം 80 ഗ്രാമുമായിട്ട് കമ്പയർ ചെയ്തു. ക്രോസ് മൾട്ടിപ്ലൈ 16 into x is equal to 44 into 80. x എന്ന് പറഞ്ഞാൽ എന്താ 44 into 80 divided by 16. മനസ്സിലായല്ലോ. 18 16 ക്യാൻസൽ ആയി 5 44 into 5 എത്രയാ 220 gram. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി അല്ലെ. കെമിസ്ട്രിയുടെ ബേസിക് കൺസെപ്റ്റുകളെ പറ്റി പറയുന്നതാണ്. സിമ്പിൾ ആക്കി കാണരുത്. ഇതെന്താണ് 10-12 മാർക്ക് ചോദിക്കാവുന്ന ഒരു ചാപ്റ്റർ ആണ്. നന്നായിട്ട് പഠിക്കുക. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, പിന്നെ എന്താണ് പിന്നെ നമ്മുടെ ലിമിറ്റിംഗ് റിയേജന്റിന്റെ പ്രോബ്ലംസ്, ആവറേജ് അറ്റോമിക് മാസ്. ഈ 4 നിന്നായിരിക്കും മിക്കവാറും ക്വസ്റ്റ്യൻ വരുന്നത്. ക്വസ്റ്റ്യൻ വന്നാൽ ഫുൾ മാർക്ക് മേടിക്കുക. ഒരെണ്ണം പോലും കളയാതെ എന്ത് ചെയ്യുക ഫുൾ മാർക്ക് മേടിക്കുക. ഇനിയും നിങ്ങൾ വേണമെങ്കിൽ ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ചെയ്ത് പഠിക്കും. അതായിരിക്കും നല്ലത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ എന്നോട് ഒന്നില്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ എന്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും എന്നോട് വിളിച്ച് ചോദിക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക കമന്റ് സെക്ഷനിൽ ഇടുക. അതിനകത്താണെങ്കിലും ഞാൻ പറഞ്ഞു തന്നിരിക്കും. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചിരിക്കണം. ചോദിച്ചിട്ടേ ഉള്ളൂ നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ എന്ത് ചെയ്യാവുള്ളൂ നമ്മൾ എക്സാം ഹാളിലേക്ക് പോകാവുള്ളൂ. നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം. നമുക്ക് എല്ലാം കുറച്ച് മാർക്ക് വേണോ അല്ല നമുക്ക് ഫുൾ മാർക്ക് അങ്ങ് മേടിച്ചേക്കാം. എന്നിട്ട് +2 നമുക്ക് എൻജോയ് ചെയ്യാം അല്ലെ. അപ്പൊ പഠിപ്പിച്ച എല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യുക കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നമ്മൾ അതേപോലെ തന്നെ എന്ത് ചെയ്യും ഇനിയും വീഡിയോസ് ഇതേപോലെ തന്നെ എന്ത് ചെയ്യും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. +1 ഫോക്കസ് ഏരിയയും എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിനും എല്ലാവർക്കും വിട്ടു കൊടുക്കുക. എല്ലാവരും പഠിക്കട്ടെ. എന്ത് ചെയ്യുക അപ്പം നന്നായിട്ട് പഠിക്കുക. എക്സാമിന് വേണ്ടി തന്നെ പഠിക്കുക. മനസ്സിലാക്കി പഠിക്കുക. ഒരിക്കലും കാണാൻ പഠിക്കരുത്. മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.